10-11 മണിയായി, എന്തുകൊണ്ട് വീട്ടിൽ തിരിച്ചു വന്നോടാ, ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തോടെ. സത്യം പറഞ്ഞാൽ അതായിരിക്കും. ഒരു ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബോറടിച്ചിട്ടുണ്ടാവും. എനിക്ക് നിന്നെ മിസ് ചെയ്യണു എന്ന് പറയാനായിട്ടുള്ളൊരു മടി കാരണമാണ് മാസ്കുലിറ്റി ഇത് പറയാതിരിക്കുന്നത്. ബിക്കോസ് ഐ വാണ്ട് ടു സിറ്റ് വിത്ത് യു, ഐ വാണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് യു. ആളുടെ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. സോ ആൾക്ക് എന്താന്ന് വെച്ചാൽ ഭയങ്കര ബാക്ക് പെയിനും ഭയങ്കരമായിട്ട് സ്റ്റൊമക്ക് ഏക്ക് പോലത്തെ ഒരു ഫീല് വന്നു. എന്തുകൊണ്ടായിരിക്കും മാം ആ ഒരു ബോഡി സിംറ്റംസ് കാണിക്കുന്നതാണ് പെയിൻ ആയിട്ട്? ചിലവരിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, ചിലവരിൽ ഭയങ്കര ആങ്കർ ആയിരിക്കും, ചിലവരിൽ പെർട്ടിക്കുലർ ഇമോഷൻസ് വിൽ ബി ദർ. സോ മാം, ഇപ്പം നമുക്ക് കണ്ടുവരുന്ന വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻസ്. അതായത് ഹസ്ബൻഡ് പറയും, ഞാൻ പറഞ്ഞിട്ട് വേണോ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ വൈഫിന് അറിയാൻ വേണ്ടിയിട്ട്, വൈ കാൻ ഷീ ഡു ഇറ്റ് ബൈ ഹേർ സെൽഫ്, ആൾക്കായിട്ട് ഒന്ന് കണ്ടിട്ട് ഒന്ന് ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തോടെ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വരാറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, വൈഫ് ഇപ്പം അബ്രോഡാണ് ആൻഡ് ഷീ ഈസ് ഹാവിങ് സം ഫ്രണ്ട്സുമായിട്ടുള്ള വല്ല മീറ്റിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പം he is getting offended that why she is not understanding that ഇപ്പോൾ 10-11 മണിയായി, എന്തുകൊണ്ട് വീട്ടിൽ തിരിച്ചു വന്നോടാ, ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തോടെ, ഞാൻ ഇത് പറഞ്ഞു തന്നിട്ട് വേണോ അറിയാൻ വേണ്ടിയിട്ട്. സോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എന്തുകൊണ്ടാണ് മാം വരുന്നത്? ഓക്കെ, മനസ്സിലായി. ഇവിടെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് സ്ത്രീക്കും ഉണ്ട് പുരുഷനും ഉണ്ട്. പുരുഷന് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ആൻഡ് റോങ് ഒന്നുമില്ല. 10 മണിക്ക് എൻ്റെ വൈഫിനെ കാണാൻ തോന്നി, ഇത് കുട്ടികളുടെ പോലെ ഇന്ന സമയത്ത് വരുന്നതിൻ്റെ അല്ല, അവർ അഡൽട്ടാണ്. പക്ഷെ നമുക്കിങ്ങനെ ഒരു പോസിറ്റീവ് പെർസെപ്ഷൻ എടുക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ അതായിരിക്കും. ഒരു ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബോറടിച്ചിട്ടുണ്ടാവും. എനിക്ക് നിന്നെ മിസ് ചെയ്യണു എന്ന് പറയാനായിട്ടുള്ളൊരു മടി കാരണമാണ് മാസ്കുലിറ്റി ഇത് പറയാതിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നും ഞാൻ 9 മണിക്ക് സപ്പോസ് 9 മണിക്ക് ജോലി കഴിഞ്ഞ് വരണോ, 10 മണിക്ക് യു ഷുഡ് ബി ഹിയർ, ഓർ 8 o'clock യു ഷുഡ് ബി ഹിയർ. ബിക്കോസ് ഐ വാണ്ട് ടു സിറ്റ് വിത്ത് യു, ഐ വാണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് യു. ജസ്റ്റ് ടെൽ ദം ഡയറക്ട്ലി. സോ മാം, ഇപ്പം ഈ പറഞ്ഞ സിറ്റുവേഷനിൽ ഓക്കെ, ബട്ട് ഇപ്പം വൈഫും ഹസ്ബൻഡും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, അതായത് ഒരാൾ അബ്രോഡും ഒരാൾ നാട്ടിലുമാണെന്നുള്ള കോൺസെപ്റ്റിൽ വരികയാണെങ്കിൽ വൈ ഇസ് ഇറ്റ് ഹാപ്പനിങ് മാം? ഓക്കെ, ഡിസ്റ്റൻ്റ് ആണെങ്കിൽ അത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് സമയത്ത് ഫ്ലാറ്റിൽ കയറണം, മേ ബി ബിക്കോസ് ഓഫ് സെക്യൂരിറ്റി ഓർ സംതിങ്. ഒരു പോസിറ്റീവ് ഇൻറ്റൻഷൻ ഉണ്ടാവുമല്ലോ അതിൽ. അതല്ല, ദേ ജസ്റ്റ് വാണ്ട് ടു കൺട്രോൾ എന്നുണ്ടെങ്കിൽ ഇത് പുരുഷന് മാത്രമല്ല, ലേഡീസും ചെയ്യുന്നുണ്ടല്ലോ. 5 മണിക്ക് വീട്ടിൽ കയറണം, 6 മണിക്ക് വീട്ടിൽ കയറണം. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ എടുക്കാനായിട്ട് സാധിക്കില്ല. ബട്ട് ഹി ക്യാൻ ടോക്ക് വിത്ത് ഹെർ. പക്ഷെ എന്നിട്ടും ആൾ പറയാണ്, ഇല്ല എൻ്റെ ജോബ് 9 o'clock കഴിയുന്നത്, എനിക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പം കുറച്ചൊരു മണിക്കൂർ ഇരുന്നാലാണ് എൻ്റെ ജോബിൻ്റെ എല്ലാ സ്ട്രെസ്സും പോവുള്ളൂ, ഐ ഹാവ് ടു ഡു ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. അതിൽ ആളുടെ ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ ആളുടെ ഒരു സംഭവം മാറ്റി ആൾ പോസിറ്റീവ് ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്കോ, ആളുടെ ആ ഒരു സംഭവം കാരണം എന്താ സംഭവിക്കുന്നത്, നമ്മളൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോഴോ പല ഇൻറ്റൻഷൻസ് ഉണ്ടാവും. പക്ഷെ ആരെ സ്ട്രെസ്സാകുന്നേ? ഈ പറയുന്ന പയ്യൻ തന്നെയല്ലേ സ്ട്രെസ്സാകണത്. അവർക്ക് സ്ട്രെസ് ജസ്റ്റ് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് മൊത്തം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? സ്ട്രെസ് കെമിക്കൽസ്, ആങ്കർ, ഫ്രസ്ട്രേഷൻ, ഇറിറ്റേഷൻ. ഇനിയിപ്പോൾ വൈഫിന് ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞു, ട്രസ്റ്റ് ഇഷ്യൂ. ബ്രെയിൻ വയറിങ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അവരെ സന്തോഷം അവരായിട്ട് തന്നെ കളയുക. ഓക്കെ മാം, അതേപോലെ തന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ വൈഫിന് ഇപ്പം ഇൻലോസ് കാരണം ചിലപ്പോൾ ഇഷ്യൂസ് എന്തെങ്കിലും ക്രിയേറ്റ് ആയിട്ടുണ്ടാവാം. അപ്പം ഹസ്ബൻഡ് ഈ സെക്ഷുവലി ഒന്ന് ആക്റ്റീവായിട്ട് ആളുടെ അടുത്ത്, വൈഫിൻ്റെ അടുത്ത് വരുമ്പം ഷീ മൈ ബി ഫീലിംഗ് ലൈക്ക് എനിക്ക് താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ വരുമ്പം ഹസ്ബൻഡ് ഈസ് ഫീലിംഗ് ലൈക്ക് ഇച്ചിരി ഡിഫെൻസീവായിട്ട്, വൈ ഷീ ഈസ് ബീങ് ഡിഫെൻസീവ്, എന്തുകൊണ്ട് എനിക്കതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എത്താറുണ്ട്. സോ അങ്ങനത്തെ കേസസ് എന്തുകൊണ്ടാണ് മാം അങ്ങനെ വരുന്നുണ്ടാവുക? ലൈക്ക് എന്തുകൊണ്ടായിരിക്കും വൈഫിന് ആ ഒരു ഇമോഷണൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ആകുമ്പം ഹസ്ബൻഡിനോടുള്ള ആ ഒരു സെക്ഷൽ ലൈഫിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്? ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് 2 എണ്ണയായിട്ട് എടുക്കാം. ഓക്കെ, ഈ 2 എണ്ണകൾ ആണ് പെണ്ണ്, അപ്പോൾ തന്നെ ഡിഫറെൻ്റ് ആൾക്കാരാണ്. ഓക്കെ,
ഈ ആണ് പെണ്ണ് ചേരണു. ഒരു ഫാമിലി തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രശ്നമാണ്. ഇത് എൻ്റേർലി ഡിഫറെൻറ്റ് ഫാമിലി, എൻ്റേർലി ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് പ്ലേസ് ആണ്. ഈ രണ്ടാളുകൾ തന്നെ ഒന്ന് ഓക്കെ ആവാനായിട്ട് മിനിമം 1.5 years ഒക്കെ എടുക്കും. മെയിൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഫീമെയിൽ എന്താ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പീരീഡ്സിന് മുമ്പ് ഒരു 3-4 ദിവസം എന്തുകൊണ്ട് ഒരു കാരണമില്ലാതെ ഇങ്ങനെ ചീത്ത പറയുന്നത്, ഇങ്ങനെ വൈ ഷീസ് ക്രൈയിങ് ലൈക്ക് ദാറ്റ്, അതൊരു 5-6-8 മാസം കഴിഞ്ഞാലാണ് ആൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ മെയിൽ പറയും എൻ്റെ വൈഫിന് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ലവറിന് എന്തോ പ്രശ്നമുണ്ട്, ചുമ്മാ. അപ്പോൾ എല്ലാതും ബോയ്സിൻ്റെ ഗ്രൂപ്പിലായിരിക്കും സംസാരിക്കണ ഈ സംഭവം. ഓക്കെ, ഇത് കണ്ടിന്യൂസ് കുറച്ച് നാൾ നിന്നാൽ അവർ തമ്മിൽ തന്നെ കണക്ഷൻ കിട്ടണുള്ളൂ. തിങ്ക് അബൌട്ട് ഐശ്വര്യ. പുറത്തെ എക്സ്റ്റേണൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? അവർ അടികൂടിയും സന്തോഷിച്ചും സ്നേഹിച്ചും ഒക്കെയാണ് കൂടേണ്ടത്. അതിൻ്റെ സമയത്ത് പുറത്തുള്ളവർ പ്രശ്നക്കാരാണെങ്കിൽ മാത്രം ആ പ്രശ്നം കൂടി വരുമ്പോൾ ഇവരെ അടുക്കേണ്ട സമയമാണ് അവിടെ മിസ്സായി അവരുടെ സംഭവങ്ങൾ പുറത്തേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ഫീമെയിലും മെയിലിനും ഒക്കെ നമ്മളുടെ ഒരു ട്രൈബെന്നോ ഫാമിലിന്നോ അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ എത്ര നല്ല അച്ഛനും അമ്മയല്ല, ഇനി നല്ല അച്ഛനും അമ്മയാണെങ്കിൽ അവരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീനിൽ തന്നെ ഈ പറഞ്ഞ പോലെ പൊള്ളി തുടങ്ങും. ഓക്കെ, അപ്പൊ അമ്മ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അവർക്കും സത്യം പറഞ്ഞാലും മെയിലിനോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഷെയിമാണത്. എന്നോട് പല മെയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കുറച്ച് മാസ്കുലിറ്റി അതൊന്നും സമ്മതിക്കില്ല, എൻ്റെ പാരൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്താ ചെയ്യാ, അമ്മയായി പോയില്ലേ, അച്ഛനായി പോയില്ലേ, സിസ്റ്ററായി പോയില്ലേ, എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞാലും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു ആക്സെപ്റ്റൻസ് കൊടുത്താൽ മതി, കുറേയൊക്കെ പ്രശ്നങ്ങൾ തീരും. പക്ഷെ മിസ്യൂസ് ചെയ്യുന്നവരും അതുകൊണ്ട്. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും എന്തെങ്കിലും പ്രശ്നം ആവണ്ടെന്ന് വെച്ചിട്ടായിരിക്കും അവർ ന്യായീകരിച്ച് പറയുന്നത്. കുട്ടിക്ക് എന്താ തോന്നുക, ലേഡിക്ക് എന്താ തോന്നുക, ഹീസ് നോട്ട് സപ്പോർട്ടിങ് മീ, ഐ ആം അലോൺ. ട്രസ്റ്റ് ഇഷ്യൂസ് സ്റ്റാർട്ടഡ്. യെസ്. സോ മാം, ഇപ്പം റീസെൻ്റ്ലി വന്നൊരു കേസാണ്. അതായത് ആളുടെ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. സോ ആൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര ബാക്ക് പെയിനും ഭയങ്കരമായിട്ട് സ്റ്റൊമക്ക് ഏക്ക് പോലത്തെ ഒരു ഫീൽ വന്നു. സോ ആൾ കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു, കൺസൾട്ട് ചെയ്ത് നോക്കി. ബട്ട് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു റീസൺസ് ആയിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ വന്നപ്പോഴാണ് സെഷൻസിന് വന്നിട്ട്, അങ്ങനെ സെഷൻസ് കഴിഞ്ഞ് പോകുമ്പം ആൾക്ക് ആളുടേതായിട്ടുള്ള ഇഷ്യൂസിന് നല്ല ഒരു സൊല്യൂഷൻ കിട്ടിയ പോലെ ഫീൽ ചെയ്തു. ലൈക്ക് ഷി വാസ് നോട്ട് ഹാവിങ് ആ ഒരു പെയിൻ ഒന്നും പിന്നെ ഫീൽ വന്നില്ലായിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കും മാം? ആ ഒരു ഇത് എല്ലാവരും കാണാതെ പോകുമ്പോൾ, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞാലുള്ള ഫിസിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് ആളുകൾ വിചാരിക്കുക. ഓക്കെ, പക്ഷെ ആഫ്റ്റർ ഡെലിവറിയും വർഷങ്ങളോളം ഇതുപോലെ കൊണ്ടു നടക്കുന്നുണ്ട്. അതായത് ലൈക്ക് മൈഗ്രെയിൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ലോവർ ബാക്ക്, നമ്മൾ MRI ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു പ്രശ്നം അതിലുണ്ടാവില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഇമോഷൻസ് നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിട്ട് മൈൻഡിനോട് കണക്റ്റഡ് ആണ് ബോഡി സിംറ്റംസ് കാണിക്കുന്നതാണ് പെയിൻ ആയിട്ട്. ചിലവരിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, ചിലവരിൽ ഭയങ്കര ആങ്കർ ആയിരിക്കും, ചിലവരിൽ പെർട്ടിക്കുലർ ഇമോഷൻസ് വിൽ ബി ദർ. സാഡ്നെസ് ആയിരിക്കും, ചിലർക്ക് സിവിയർ ഗിൽട്ട്, സം ഓഫ് ദം ഹാവിങ് സിവിയർ സെക്ഷൽ ഫ്രസ്ട്രേഷൻ. അത് ലോവർ ബാക്കിലാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അടുപ്പിച്ച് ഇങ്ങനത്തെ സ്ട്രെസ് ഭയങ്കര ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും അവർ. ഇങ്ങനെ അടുപ്പിച്ച് കിട്ടുന്ന സമയത്ത് അൺനോൺ ആണ് മെഡിക്കൽ ഫീൽഡിൽ. അതിനെയാണ് നമ്മൾ സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കര ഹൈറ്റിലേക്കാണ് പിന്നെ വരിക. അതൊക്കെയാണ് ഡൈവോഴ്സിന് വരെ പോവുക, കുട്ടികളെ ചുമ്മാ ഇരുന്ന് ഉപദ്രവിക്കുക, ഇങ്ങനത്തെ സംഭവത്തിലേക്ക് പോവുക. അപ്പോൾ ഇപ്പോൾ ഈ ചോദിച്ചതിൽ ക്വസ്റ്റ്യനിൽ സൈക്കോസൊമാറ്റിക് പ്ലസ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ്. ഓക്കെ, അപ്പോൾ സൈക്കോതെറാപ്പിയിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൈക്കോസൊമാറ്റിക് ഇതിൻ്റെ വേറെ അമേസിംഗ്ലി വർക്ക് ചെയ്യുന്നത്, സൈക്കോതെറാപ്പി നമുക്ക് ഇതിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ സ്നാപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരു ഫാമിലി കോൺസ്റ്റലേഷൻ അല്ലെങ്കിൽ യോഗ ജസ്റ്റ് ഒരു 10 ദിവസത്തേക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മെറിഡിയൻ തെറാപ്പി ഫസ്റ്റ് തന്നെ അവർ പറയുന്നത് ഐ ബിക്കം സോ റിലാക്സ്ഡ് എന്ന് പറയുന്നത് സഡൻ ചേഞ്ചസ് ആയിരിക്കും. പക്ഷേ
ഇത് എപ്പോഴും ഓൾട്ടർനേറ്റീവ് ആണ്. ആദ്യം ഈ ഐ ജസ്റ്റ് ഫീൽ ഗുഡ് എന്നല്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്. കോൺഷ്യസ്ലി സൈക്കോതെറാപ്പി വഴി ഗ്രിപ്പ് കൊടുത്തതിന് ശേഷം ഓക്കെ ഔട്ട് ഓഫ് 10 7 ആയി, എൻ്റെ ഇത് കുറഞ്ഞു, ഇവിടെ ട്രിഗർ ആവുന്നത്, അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, കുറച്ച് മാറ്റങ്ങളുണ്ടായി, ഐ ഫെൽറ്റ് ഗുഡ്, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയല്ല, അതിനാണ് സൈക്കോളജിസ്റ്റും തെറാപ്പിസ്റ്റും കൂടി ആ ഒരു CBT യൂസ് ചെയ്തിട്ടോ ഈ സംഭവങ്ങൾ നമ്മളൊരു ഗ്രിപ്പ് കൊടുത്തതിന് ശേഷം, നമ്മളിപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഓൾട്ടർനേറ്റീവ് തെറാപ്പീസ് കൊണ്ടുവരുന്ന ക്ലിനിക്ക്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എസ്പെഷ്യലി ഫോർ സൈക്കോസൊമാറ്റിക് ക്ലയൻസ്. അതിനുള്ള സ്റ്റേ ഒക്കെ നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ദൂരമുള്ളവർക്കൊക്കെ. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ പോയി വന്നവർക്കൊക്കെ ആ വ്യത്യാസം, നമ്മളുടെ ടീം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരാണ്, അവർ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ. കുറേ സ്ഥലത്ത് പോയി വന്നവരാണെങ്കിൽ അത്രയും നല്ലത്. ആ ഒരു വ്യത്യാസവും കുറേ സ്ഥലത്ത് പോയിട്ടുള്ളവർ ഓൾറെഡി ഗ്രിപ്പ് ഉണ്ടാവും അവർക്ക്, കോൺഷ്യസ്ലി ഇത് ഈ പ്രശ്നമാണ് എനിക്കുള്ളത്. കുറച്ച് സൈക്കോളജിസ്റ്റ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതായിരിക്കും റിമൈനിങ് ഉള്ളത്. അപ്പോൾ ഫോർ അസ് ഇറ്റ്സ് റിയലി ഈസി ഫോർ അസ്. ഓൾട്ടർനേറ്റീവ് തെറാപ്പി അമേസിങ് ആയിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാ അവരിങ്ങനെ 1-2 ദിവസം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ മാത്രമല്ല, സ്ട്രെസ്സിൻ്റെ മാത്രമല്ല, ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും, ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും പെയിന്, ചിലർക്ക് കാലിലായിരിക്കും. അപ്പോൾ എന്തിനാ നമ്മളത് ഹോൾഡ് ചെയ്യുന്നത്? പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ. ഇത് കുറേ ആളുകൾക്ക് സൈക്കോസൊമാറ്റിക് എന്താണെന്ന് തന്നെ അറിയില്ല. അതിൽ റിസർച്ച് ചെയ്യുന്നതും സ്പെഷ്യലൈസ് ചെയ്യുന്ന ക്ലിനിക്കുകൾ വളരെ ചുരുക്കമാണ്, കേരളത്തിൽ തന്നെ, ഈവൻ ഇന്ത്യയിൽ തന്നെ. മാം, ഇപ്പോൾ അതേപോലെ തന്നെ മോസ്റ്റ് കോമൺലി കണ്ടുവരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഇൻലോസിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ്. അതായത് ഇപ്പം നോക്കുകയാണെങ്കിൽ മോസ്റ്റ് കോമൺലി കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ മദറിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിളായിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് മദർ വിളിച്ച് പറയുന്നു ദാറ്റ് മോനെ എൻ്റെ ഫോൺ കേടായി, എനിക്കൊരു പുതിയ ഫോൺ മേടിച്ച് തായോ എന്ന് പറയുമ്പം ഹസ്ബൻഡ് ആ ഒരു ഇതിലായിരിക്കും മേടിച്ച് കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ മദർ ഇൻ ലോ അപ്പം തന്നെ ഡോക്ടർ ഇൻ ലോനെ വിളിച്ചിട്ട് പറയണു, കണ്ടോ എൻ്റെ മോൻ എനിക്ക് പുതിയ ഫോൺ മേടിച്ചു തരുന്നു. അങ്ങനെ അപ്പം ഹസ്ബൻഡിന് ഈ ഒരു സാധനത്തിൽ അതായത് ഹീസ് നോട്ട് നോയിങ് ദാറ്റ് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നില്ല. പക്ഷെ അവിടെ അൺനോൺ ആണ്. അതേപോലെ തന്നെ ഡോക്ടർ ഇൻ ലോ അവിടെ നന്നായിട്ട് സഫർ ചെയ്യും. ഹസ്ബൻഡിന് പ്രസൻസ് ഇല്ലാത്തപ്പം ഡോക്ടർ ഇൻ ലോൻ്റെ അടുത്ത് മദർ ഇൻ ലോൻ്റെ ഒരു ബിഹേവിയറിൽ തന്നെ ഒരു ചേഞ്ചസ് ഒക്കെ ഫീൽ ചെയ്യും, വിച്ച് മേക്സ് ഹർ ഫീൽ ദാറ്റ് എന്തുകൊണ്ട് ഹസ്ബൻഡ് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ്. മാം, എന്തുകൊണ്ടായിരിക്കും ഈ മദർ ഇൻ ലോ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ കാണിക്കുന്നുണ്ടാവുക? ഇത് ആക്ച്വലി കുഞ്ഞു മക്കൾ തമ്മിൽ തല്ലിടുന്ന പോലെ ഒരു പെർസെപ്ഷനിൽ നമുക്ക് എടുക്കാം. പക്ഷെ ഇറ്റ്സ് പെയിൻഫുൾ, റിയലി പെയിൻഫുൾ. പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വലിയ കാര്യങ്ങൾ പറഞ്ഞാലും ചെറിയ കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ എന്നുണ്ടല്ലോ, മദർ ഇൻ ലോനെ സംബന്ധിച്ച് മദർ ഇൻ ലോ കണ്ടുവന്നിരിക്കുന്നതിനേക്കാളൊക്കെ ബെറ്റർ മദർ ഇൻ ലോ ആവാനായിട്ടാണ് ആൾ നോക്കുന്നത്. ഷീസ് ഇറ്റ് സെൽഫ് സെയിങ് ഐ ആം പെർഫെക്റ്റ്. ഓക്കെ, ഞാൻ അനുഭവിച്ചു എന്നല്ലല്ലോ ഞാൻ എൻ്റെ ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ മദർ ഇൻ ലോൻ്റെ ഹസ്ബൻഡ് കറക്റ്റ് ഇമോഷൻസ് അവിടെ അവൈലബിൾ അല്ലെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇല്ലാത്ത മരിച്ചുപോയവരുണ്ടാകാം. ഇതിലൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ പ്രശ്നങ്ങൾ കാണുന്നത്. വരുന്ന കേസസിൽ മൊത്തം ഒരു കാറ്റഗറി എടുത്ത് നോക്കിയാൽ ഇവിടേക്കാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, എല്ലാവർക്കും അല്ല കേട്ടോ, വളരെ ലോജിക്കലായിട്ടുള്ള അമ്മായിമ്മമാരും ഉണ്ട് നമ്മുടെ കേരളത്തിൽ. പക്ഷെ അതേ സമയത്ത് തന്നെ മരിച്ചു പോവുക അതല്ലെങ്കിൽ ആളുണ്ടാകും, ബട്ട് ഇമോഷണലി അവൈലബിൾ, ആൾക്ക് ആഗ്രഹമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ നല്ല പ്രായത്തിലൊക്കെ. അപ്പോൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ മകൻ റോങ്ലി മിസ്പ്ലേസ് ചെയ്യാന്ന് പറയും. കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ പല സിനാരിയോസിലും മാറി മാറി സംഭവിക്കുന്നത്. മോൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഇമോഷൻസ് കറക്റ്റ് കൊടുക്കും അമ്മയ്ക്ക്. അമ്മ അപ്പോഴായിരിക്കും ഒരു മെയിലിൻ്റെ എന്നുള്ള മോനാവുമ്പോൾ പ്യുവർ ഇമോഷൻ ആണല്ലോ. ആ സംഭവം കിട്ടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 10, 25, 26, 28 വയസ്സ് വരെ ആ ലവ്, ആ ഇഷ്ടം, ആ ഫൈറ്റ്, ഇതൊക്കെ കഴിഞ്ഞ് അത്രയും ബോണ്ടിങ്ങിലിരിക്കുമ്പോഴാണ് അടുത്ത ആള്, തീർച്ചയായിട്ടും പ്രകൃതിക്ക് അനുസരിച്ച് നമ്മൾ അഡാപ്റ്റീവായിട്ട് പോകണം, വൈഫ് വരുന്നത്. വൈഫ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ്. വേറെ പാർട്ട്ണർ ഇല്ലല്ലോ, ഒരു ഹസ്ബൻഡ് അല്ലേ ഉള്ളൂ. അപ്പം എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ലൈഫ്,
സ്ത്രീകളാകുമ്പോൾ കുറച്ചും കൂടി ഒരു വലിയ സർക്കിളല്ല. അവരുടെ സർക്കിൾ എപ്പോഴും അവരുടെ ഫാമിലി കഴിഞ്ഞിട്ടാണ് അവർക്ക് എപ്പോഴും ഒഫീഷ്യൽ സാധനങ്ങളുള്ളൂ. പക്ഷെ ആണിൻ്റെ സർവൈവൽ ഒഫീഷ്യൽ ആയതുകൊണ്ട് അതാണ് അവർക്ക് ഫസ്റ്റ്, പിന്നെയാണ് ബാക്കിയുള്ളത്. വൈസ് വേഴ്സ ആയിട്ട് വന്നു. അപ്പോൾ ഇവിടെ ഈ കുട്ടി ഇത്രയും എക്സ്പെക്റ്റേഷൻസ് കൊണ്ടുവരും. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാ, കുട്ടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് എന്ത് വിചാരിക്കും, അമ്മായിമ്മ എന്ത് വിചാരിക്കും, പൊസസീവ്നെസ് ആണെന്ന് പറയില്ലേ. അതിനെന്താ പൊസസീവ്നെസ് ആന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളുടെ അവകാശമല്ലേ. ഓക്കെ, അത് അവര് ആ പാർട്ട്ണറെ സ്നേഹിക്കുന്നു എന്നുള്ളതിനുള്ള അടയാളാണ് അത്. എത്രമാത്രം പുരുഷനും അതെ, എൻ്റെ സ്ത്രീ അവരോട് സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, അത് നമ്മുടെ കൺട്രോളിങ് ആയിട്ട് എടുക്കേ വേണ്ട. നമ്മൾ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ്, പാർട്ട് ഓഫ് ലവിൻ്റെ ഭാഗമായിട്ടാണ് ചില സിനാരിയോസ് വരുന്നത്. ചില സിനാരിയോസ് ആർ ഡിഫറെൻറ്റ്. സോ ഈ മദറിൻ്റെ മകനിൻ്റെ ഈ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടി വരുന്നത്. ആ സമയത്ത് ഇനി എത്ര നല്ല മദർ ആണെങ്കിൽ പോലും വാട്ട് വിൽ ഹാപ്പൻ, അവിടെ കമ്പാരിസണിലുപരി കോമ്പറ്റീഷൻ ഇറ്റ് വിൽ സ്റ്റാർട്ട്. പക്ഷെ ഇതൊന്നും അറിയാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡായിരിക്കും. അവർ ആ സമയത്ത് തെറാപ്പി എടുക്കുന്ന മെയില്, ധാരാളം മെയില്. അതെന്താണെന്ന് വെച്ചാൽ അമ്മ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മ ഇതുവരെ വളർത്തിയാക്കിയെങ്കിൽ ഇനിയുള്ള ബാക്കി ലൈഫിൽ പോകേണ്ടത്, യാത്ര സഞ്ചരിക്കേണ്ടത് ഈ ഭാര്യയുടെ ഒപ്പമാണ്, ഈ ലവറിൻ്റെ ഒപ്പമാണ്. അപ്പോൾ സ്ത്രീകളെക്കാളും കൂടുതൽ ആ മെയിലിൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, രണ്ടു കൂട്ടർക്കും ആക്കാം, പക്ഷെ ആ ഒരു എക്സ്റ്റെൻഡ് ഉണ്ടല്ലോ. അപ്പം ഇതിൻ്റെ നടുക്കിലായിരിക്കും ഈ മെയിൽ എപ്പോഴും നിൽക്കുന്നത്. അവിടെ ഉള്ളത് കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. ഓക്കെ, അവരെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ ഇഷ്യൂ ആക്കാൻ നിൽക്കണ്ട. അഗെയിൻ ആൻഡ് അഗെയിൻ പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ. 1-2 സെഷൻസ് വന്നെടുക്കുക, സയൻസ് പറഞ്ഞു കൊടുക്കുക, പേഴ്സണാലിറ്റി പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അതിൽ നോർമൽ ഫങ്ഷണൽ ഫാമിലിയുടെ ആണ്, അല്ലെങ്കിൽ കുറച്ച് നമുക്കൊന്ന് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? യെസ് മാം. സോ താങ്ക് യു സോ മച്ച് മാം ഫോർ ക്ലാരിഫൈങ് ഓൾ ദിസ് ഡൗട്ട്സ്. ഐ ഹോപ്പ് ഇത് എല്ലാവർക്കും എല്ലാ കപ്പിൾസിനും അത്യാവശ്യം നന്നായിട്ട് തന്നെ യൂസ്ഫുൾ ആയിരിക്കുന്നത്. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എന്ന് വെച്ചാൽ പോസ്റ്റ് പാർട്ടം റിലേറ്റഡ് ആയിട്ടാണെങ്കിലും, സൈക്കോസൊമാറ്റിക് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ സെക്ഷൽ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ട് കപ്പിൾസ് ഫേസ് ചെയ്യുന്ന ഓരോ ഇഷ്യൂസിനെ കുറിച്ചാണ്. സോ ഐ ഹോപ്പ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഓരോ ഇൻഫോർമേഷൻസ് വിച്ച് വാസ് ഷെയർഡ് ബൈ ഷംഷി മുബാരക് മാം വാസ് വെരി മച്ച് യൂസ്ഫുൾ ഫോർ യു പീപ്പിൾ. So stay tuned for more informative videos from Mindclear Retreat Center. Thank you.